കേരളത്തിലുള്ളവർ കണ്ടിട്ടുണ്ടോ മഞ്ഞ് എന്നാണെന്ന്? എനിക്കറിയില്ല കേട്ടോ. ഇവിടെയൊന്നും മഞ്ഞ് അറിഞ്ഞിട്ടില്ല. ആലിപ്പഴമൊക്കെ വീഴുന്നത് കേട്ടിട്ടുണ്ട്, അല്ലാതെ മഞ്ഞൊന്നും അറിയില്ല. മൂന്നാറിലൊക്കെ തണുപ്പുണ്ട്, ഒരു ചെറിയ ഫോഗ്, അല്ലാതെ മഞ്ഞ് വീഴ്ചയൊന്നും ഇല്ലല്ലോ. അപ്പം മഞ്ഞ് വീഴ്ച ഉള്ളിടത്തോട്ടൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും പോകുന്നത്. അതായത് UK, കാനഡ, ഓസ്ട്രേലിയ, അവിടെയൊക്കെ ഭയങ്കര മഞ്ഞായിരിക്കും. മഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും പറ്റത്തില്ല, അത്രയ്ക്കും മഞ്ഞായിരിക്കും. എൻ്റെ കൂട്ടുകാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയൊക്കെ നല്ല മഞ്ഞായിരിക്കും. പിന്നെ വെയിലൊക്കെ അവർ കൊതിക്കും, വെയിലൊക്കെ ഒന്ന് കാണാനേ. നമ്മുടെ ഇവിടെ ഫുള്ള് വെയിലും മഴയും ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെയല്ലേ നമുക്കിവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് മഴക്കാലത്ത് വെയിൽ കണ്ടില്ലെങ്കിലും വലിയ വിഷയമില്ല. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വെയിൽ വരുമെന്ന് നമുക്കൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ഇവിടുത്തെ പശ്ചിമഘട്ടമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കത് അറിയാം. പക്ഷെ അവിടെ അങ്ങനെയല്ല. വിൻ്ററെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെന്തോ നിധി പോലെയാണ്. തെറ്റിപ്പോയി. സമ്മറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു നിധി പോലെയാണ്. വിൻ്ററെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്ററാണ്, എന്നുള്ള അക്ഷരം നമുക്ക് എന്നൊക്കെ എഴുതിപ്പിക്കുന്ന പോലെ ആണ് അവിടുത്തെ വിൻ്ററെന്ന് പറയുന്നത്. ആ വിൻ്ററിൽ എങ്ങനെയാണോ അവർ സർവൈവ് ചെയ്യണത്, അത് ഇച്ചിരി കഷ്ടം പിടിച്ച പരിപാടി തന്നെയാണ്. അവിടെ കുറേ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇനി അങ്ങോട്ട് വിൻ്റർ ആയിരിക്കും, സോ നിങ്ങൾക്ക് ഡിപ്രഷൻ അങ്ങനെ അല്ലെങ്കിൽ പേഷ്യൻസ് ആയിട്ടുള്ള ലൈക്ക് എന്തെങ്കിലും തണുപ്പൊക്കെ വിഷയമുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരൊക്കെ കരുതലെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറേ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. ദാറ്റ് ഇസ് ബിക്കോസ് അവർ ഒരു പ്രിക്കോഷൻ എടുക്കണേണ്. കാരണം അവർക്കറിയാം ഇനി അങ്ങോട്ട് വെയിൽ ഇല്ല, ഇനി അടുത്ത സമ്മർ എത്തുന്നോടം വരെ അവിടെ വെയിലില്ല എന്ന് അവർക്കെല്ലാവർക്കും അറിയാം. ഇതിനാൽ അവരങ്ങനെ കുറേ പ്രിക്കോഷൻസ് എടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വെളിച്ചം കാണാണ്ട്, വെളിച്ചം മീൻസ് ഫുള്ളി ഇരുട്ടാണ്, അങ്ങനെയല്ല, വെയിൽ കാണാതെ കുറേ നാളത്തേക്ക് അങ്ങനെ. ചിലർക്കൊന്നും പറ്റില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ മഴ അധികം ആയാൽ നമുക്ക് നല്ല തണുപ്പായിരിക്കും, AC ഇട്ട പോലെ ആയിരിക്കും മുറിയൊക്കെ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അപ്പോൾ അതുപോലും പറ്റാത്ത കുറേ പേരുണ്ട്. അങ്ങനെയുള്ളവർ വരെ ഇങ്ങനെ പുറം രാജ്യത്തോട്ട് പോകുന്നുണ്ട്. അവർക്ക് മഴയും തണുപ്പും ഒന്നും പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് അവർ പോകുന്നത്. ഒന്നെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം, ഒന്നെങ്കിൽ അവരുടെ സാഹചര്യം ഓക്കെ ആയിരിക്കും, പക്ഷേ ഇനിയും നേടണം, അല്ലെങ്കിൽ ഇനിയും ഒരു ജീവിത നിലവാരം ഉയർത്തണം, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾക്ക് അവിടെയാണ് പ്രസക്തി ഉള്ളത് എന്ന് കരുതി പോകുന്നവരുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും പോകുന്നു, ആ കൂടെ ഞാനും എന്ന രീതിയിൽ പോകുന്നവരും ഉണ്ട്. പലരുടെ കണ്ടീഷൻസും ഡിപ്പെൻസാണ്, നമുക്ക് പറയാൻ പറ്റില്ല, ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലർ ഇപ്പോൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്തവർ പോകുന്നുണ്ടാവും, അറിയില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഇപ്പോൾ മഴ സമയത്തൊക്കെ ഇങ്ങനെ നല്ല തണുപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തണുപ്പുള്ള സമയത്താണ് അവരെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് ചിലരൊക്കെ ഇപ്പോൾ വിളിച്ചിട്ട് പറയും ഒട്ടും പറ്റുന്നില്ല, നല്ല തണുപ്പാണ്. നമ്മുടെ നാട്ടിലെ മൂന്നാറൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ടൗൺ അല്ലെങ്കിൽ സിറ്റി ഏരിയയിലുള്ളവരൊക്കെ മൂന്നാർ വരെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പറ്റാണ്ടാവുന്നവരുണ്ട്. അപ്പോൾ അതിൽ പെട്ടവർ വരെ അങ്ങനെയുള്ള UKയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അങ്ങനെ പല രാജ്യത്തോട്ടുമാണ് പോയേക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ എന്ത് തണുപ്പുണ്ടെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരാണ് അവിടുത്തെ ഒരു വെതറെന്ന് പറയണത്. അപ്പോൾ വെതറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ട്രെൻഡാണല്ലോ, വെറുതെ അങ്ങോട്ട് വെറുക അല്ല. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഒരു ക്ലൈമറ്റും സംഭവമൊക്കെ അങ്ങനെയൊക്കെയാണ് ഡിസൈൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ചെറിയ തണുപ്പല്ല, അത്യാവശ്യം നല്ല തണുപ്പ് വന്ന് അപ്പോഴാണ് ഞാൻ ഇതിങ്ങനെ സംസാരിക്കാമെന്ന് കരുതിയത്. അവരെക്കുറിച്ചൊന്ന് ഓർത്ത്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കുറിച്ച് ഞാൻ ഓർത്ത്, അവരങ്ങനെ അവിടെ സർവൈവ് ചെയ്യുന്നത് നാളെ ഒരു നല്ലൊരു ഇതിന് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ ഇവിടെ സുഖമായിട്ടുള്ളവർ എന്തിനാ വെറുതെ, സുഖമാണല്ലോ ഇവിടെ, പിന്നെ എന്തിനാ നമ്മളിനി അങ്ങോട്ട് പോകണേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പോൾ പോകണ്ടെന്നല്ല പറയുന്നത്, നിങ്ങളൊന്ന് ആലോചിക്കുക. അവിടെ ഭയങ്കര തണുപ്പായിരിക്കും.
ഇപ്പോൾ ഇവിടെ മഴയത്തൊന്ന് നനഞ്ഞ് കയറി വീടിനുള്ളിൽ കയറുമ്പോഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ആശ്വാസം കിട്ടുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലോ മറ്റോ നിൽക്കുമ്പോഴേക്കും ആ മഴ നനഞ്ഞാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ എന്ത് തണുപ്പായിരിക്കും അല്ലേ. ഒന്ന് കാറ്റടിച്ച് കഴിഞ്ഞാൽ എന്ത് തണുപ്പായിരിക്കും. അതിനപ്പുറം തണുപ്പാണ് അവിടെയൊക്കെ ഉള്ളത്. എന്നിട്ടും ആൾക്കാർ പോകുന്നുണ്ട്, അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. ടെർമിനൽസ് ജാക്കറ്റ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, സമ്മതിച്ച്. പക്ഷേ ഗ്ലൗസൊക്കെ ഇട്ട് നമ്മളങ്ങനെ ഫുൾ എക്യുപ്പേർഡായിട്ട് വേണം അവിടെ നടക്കാനും ഇരിക്കാനൊക്കെ. ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരെ, അവിടെ പോയിട്ടുള്ളവരെ കുറേ പേര് കളിയാക്കും, നീ പാത്രം കഴുകാനല്ലേ പോകുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നും കളിയാക്കാൻ പാടില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ. അവരവിടെ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എത്ര താഴ്ന്നവനാണെങ്കിലും വലിയവനാണെങ്കിലും ആരാണെങ്കിലും അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ജോബ് റിലേറ്റഡ് ആയിട്ട് പോകുന്നവർ, അതായത് കമ്പനി വിടുന്നവരൊക്കെ ഉണ്ട്, അവർക്ക് പിന്നെയും കുറച്ചും കൂടെ സുഖമാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും മഞ്ഞിനെ എന്തായാലും അതിജീവിക്കണം. ആരാണെങ്കിലും എന്താണെങ്കിലും മഞ്ഞിനെ അവരെന്തായാലും അതിജീവിക്കണം. ഇപ്പോൾ കമ്പനി വൈസ് ആണെങ്കിലും അവിടെയൊക്കെ വീടിൻ്റെ ഉള്ളിൽ ഹീറ്ററും മറ്റുമാണ്. നമ്മുടെ ഇവിടെ നേരെ തിരിച്ച്, നമ്മുടെ ഇവിടെ AC ആണ് വീടിൻ്റെ ഉള്ളിൽ, അവിടെ ഹീറ്ററും മറ്റുമാണ്. അതാണ്, ഒന്ന് ആലോചിച്ച് നോക്കുക. ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്ത് തണുപ്പാണല്ലോ ഈ മഴ സമയത്ത്. അപ്പോൾ അവിടെയുള്ളവരുടെ കാര്യം ഇങ്ങനെ ഓർത്തു. അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ സംസാരിക്കാമെന്ന് കരുതി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ തോട്ട്സ് എന്താണോ എൻ്റെ മനസ്സിൽ വരുന്നത് അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഓർത്തപ്പം ഇങ്ങനെ മനസ്സിലോട്ട് വന്നപ്പോഴേക്കും നിങ്ങളായിട്ടൊന്ന് സംസാരിക്കാമെന്ന് കരുതി. അവർ സംസാരിക്കുമ്പോൾ എന്താണോ ആ ഒരു സംഭവമാണ് അവരോട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അവരെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, അവർ മറുപടി എന്ന രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കലും മറ്റും. ഇവന്മാർക്ക് അറിയാം ഇവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് അതിന് കമന്റ് ഇടുമ്പോഴാണ് അവർ കഴിക്കുന്ന എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇതേ നേരെ കാണുന്ന മേൽക്കൂരയിൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എനിക്കറിയില്ല ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് പോയിട്ടിങ്ങനെ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സ് ആ രീതിയിലുള്ള വീടാണ്. റിലേറ്റീവ്സ് ആരും ഒന്നും പോയിട്ടില്ലേ റൂഫില് സ്ഥലത്ത് വീട് മൊത്തത്തിലല്ല, ആ റൂഫിൽ ഒരു സൈഡ് ഫുള്ളിൽ ഇങ്ങനെ നമുക്കൊരു അവിടെ ഒരു ചെമ്മാരുടെ കുട്ടികളാണ് എന്തെങ്കിലും എക്സ്പീരിയൻസ് കേൾക്കുമ്പോഴാണല്ലോ അത് കാണാൻ നല്ല രസമൊരു. അവരുടെ ആ ബാക്ക് സൈഡില് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയായ ഒരു വീടാണ്. പക്ഷെ നമ്മളിങ്ങനെ താഴ്ത്തുന്ന അത് തിരുത്താനോ താഴ്ത്തുന്ന നോക്കുമ്പോൾ സ്ട്രേറ്റ് നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കാണുന്നത് ഒരു ആകാശമാണ്. ഒരാകാശമല്ല, ആകാശമാണ്. നിങ്ങൾ അങ്ങനെയുള്ളതല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. പക്ഷെ നമ്മളിങ്ങനെ ടെറസിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ആ ഒരു ഫ്രെയിം കൊള്ളാം, നല്ലതിനല്ല പുറകിൽ വേറൊരു വീട് വരുന്നത് കൊണ്ടായിരിക്കും അതങ്ങോട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മൊത്തം വായിച്ചിട്ട് നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവരിയ്ക്കുന്നതിൻ്റെ ഒരു ഭംഗി മനസ്സിലാക്കണം. അറിയില്ല അവരെപ്പോൾ മഴ പെയ്താലും അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് വായിക്കാം. ഇവിടെ വേറെ മരങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. വെട്ടിക്കളയുന്നതിന് മുന്നേ നേരെ മുന്നിലായിട്ട് വന്നിരിക്കുവായിരുന്നു ഇവരൊക്കെ. ആ മരം വെട്ടിക്കളഞ്ഞത് അവര് അവിടെ ഇരിക്കുന്നത്, വേറെ മരങ്ങളിലൊന്നും വന്നിരിക്കുന്നുമില്ല. അവരവിടെ തന്നെയാണ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ അവരവരുടെ ഒരു എന്താണ് ഇവർക്ക് അല്ലെങ്കിൽ ഇരിക്കുന്ന എല്ലാവരും കൂട്ടമായിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ മരച്ചില്ലകളിൽ ഓരോരോ ജില്ലയിൽ 2 പേര് 4 പേര് ഒരാൾ അങ്ങനെ അങ്ങനെ ഇരുന്ന് നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. പക്ഷെ അന്നൊന്നും ഇപ്പം വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ അവർ അങ്ങനെ മഴയിലിരുന്നവരായിരിക്കും, ചിലത് ട്രൂ ആയിരിക്കും, നമുക്ക് മനസ്സിലാവില്ല. എന്ത് ട്രസ്റ്റ് ചെയ്യണം നമുക്ക് മനസ്സിലാവില്ല. കമൻസിനാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു അറിവ്, നമുക്ക് അവരുടെ ആ ഒരു സ്റ്റൈല് കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു മെസ്സേജിൻ്റെ സ്റ്റാർട്ടിങ് ഒക്കെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൽ എത്രമാത്രം കഴമ്പുണ്ടെന്ന് അല്ലേ. അല്ലെങ്കിൽ അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ജസ്റ്റ് ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. അവരുടെ അനുഭവങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അവിടെയാണോ, നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾക്ക് മഞ്ഞെന്ന് പറയുമ്പോൾ സിനിമയാണോ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടാണോ, എന്താ സംഭവം. നിങ്ങൾക്ക് തണുപ്പ്, മഞ്ഞ്, അല്ലെങ്കിൽ എന്താ ഇങ്ങനെ സ്നോ ഫാളിങ്, മഞ്ഞ് വീഴ്ച, അങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് പറ.